ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് ഡിസംബർ മാസം 30 ഹെറോദോസിൻ്റെ മരണത്തിന് ശേഷം യോസേപ്പ് പിതാവും മാതാവും ഈശോയും കൂടെ ഈജിപ്തിൽ നിന്ന് നസ്രത്തിലേക്ക് തിരിച്ചു പോരുന്ന ഭാഗമാണിന്ന് സുവിശേഷത്തിൽ വായിച്ച് ധ്യാനിക്കുന്ന മത്തായിയുടെ സുവിശേഷം. അതിൽ നിന്ന് ഒരു വാക്യം നമ്മൾ ധ്യാനിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 20-ാം വാക്യം. ദൂതൻ നിർദ്ദേശിക്കുന്നു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. നമ്മുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ, നാം ദൈവത്തോട് കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ, അപ്രകാരം ഒരു ജീവിതശൈലിയാണ് നമുക്കുള്ളതെങ്കിൽ, നമുക്കെതിരെ നിൽക്കുന്ന ഭീഷണികളൊന്നും ആത്യന്തികമായി ഭീഷണികളായി തുടരാൻ ദൈവം സമ്മതിക്കില്ലെന്നും, നമ്മളെ ശാന്തതയിലേക്കും സ്വസ്ഥതയിലേക്കും മടങ്ങാൻ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ അനുവദിക്കുമെന്നുമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുകയും കാണിച്ചു തരികയും ചെയ്യുന്ന കാര്യം. നമ്മെ ഭയപ്പെടുത്തുന്ന, ഭീഷണിപ്പെടുത്തുന്ന, നമ്മുടെ സ്വസ്ഥത കളയുന്ന, നമ്മുടെ അനുദിന ജീവിതത്തിലെ ഒരുപക്ഷെ സാമ്പത്തിക ഭാരങ്ങൾ, ആരോഗ്യ ക്ഷയം, ജോലിയില്ലായ്മ, തഴക്കദോഷങ്ങൾ എന്തുമാകട്ടെ, നമ്മെ നശിപ്പിക്കും എന്ന് നാം ഭയപ്പെടുന്നതൊന്നും നമ്മിൽ ആത്യന്തികമായി വിജയം നേടാൻ ദൈവം അനുവദിക്കില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുമെന്നുള്ളതാണ് ഈ സംഭവത്തിലൂടെ ഇന്ന് നമ്മൾ ഈ തിരുവചനം വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഈശോ നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ ദൈവത്തോടാണ് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ, ഒരു തിന്മയും നമ്മളെ ആത്യന്തികമായി കീഴ്പ്പെടുത്തുകയില്ല. ചെറിയ പ്രലോഭനങ്ങൾ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ചേക്കാം, പക്ഷെ അത് ആത്യന്തികമായി നമ്മളിൽ വിജയം നേടില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവത്തിൽ നിന്ന് ഒരിക്കലും മാറുന്നില്ല. ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കും. വാക്കും പ്രവൃത്തിയും മനോഭാവങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ തീർച്ചയായും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുകയും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് ദൈവം ആത്യന്തികമായി നമ്മളെ മോചിപ്പിക്കുകയും ചെയ്യും. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇത് വലിയ ആശ്വാസം നൽകുന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് ദൈവത്തോടു കൂടെ ആയിരുന്നാൽ എൻ്റെ അടുത്ത വർഷത്തെ ജീവിതം സുരക്ഷിതമായിരിക്കും, ദൈവം നോക്കിക്കൊള്ളുമെന്നുള്ള ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കട്ടെ. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന നമ്മളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ.